നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബു പരസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനെ ശിവശങ്കരദേവ വിഘ്നേശ്വര. ഓം സുബ്രഹ്മണ്യസ്വാമി പാർവതീദേവി ഭഗവതി അയ്യപ്പസ്വാമി ദുർഗാദേവി കാളിയമ്മ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജൂൺ 2 കൂടിയിട്ട് വരുന്ന രാശി മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാഴത്തിൻ്റേതായ മാറ്റം. വ്യാഴമാറ്റം വർഷത്തിലൊരിക്കൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ നക്ഷത്ര ജാതരെയും സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം എന്തായിത്തീരുമെന്ന് അറിയാനുള്ളൊരാഗ്രഹത്തിലായിരിക്കും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റേതായ മാറ്റം കർക്കിടകം രാശിയിലേക്കായതുകൊണ്ട് പൊതുവെ ബലമുള്ള വ്യാഴമാറ്റമാണ് 2026. ഗുരുഗോചരം 2026 പ്രധാനമായും എടുത്തു പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യവസ്ഥ കൂടി സൂചിപ്പിക്കേണ്ടി വരും. കർക്കിടകം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റേതായ ഈ മാറ്റം വളരെ ശക്തിപൂർണമായതുകൊണ്ട് കുറച്ച് രാശിക്കാർക്ക് വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുഭവ ഫലം വളരെ ശക്തമായിരിക്കും. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥനായിരിക്കുന്നതിനാൽ ഇപ്രാവശ്യത്തെ വ്യാഴമാറ്റം പൊതുവിൽ വളരെ ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾക്ക് വഴി തുറക്കുന്നതായിരിക്കും. സാമ്പത്തികം, ആത്മീയത, വ്യക്തിബന്ധങ്ങൾ തുടങ്ങിയവയിൽ വളരെയധികം സ്വാധീനശേഷി വ്യാഴ വ്യവസ്ഥകൾക്ക് ചെലുത്തുവാൻ കഴിയും എന്നുള്ളതാണ്. സാമ്പത്തിക മേന്മ ഇത്തരത്തിലൊക്കെ തന്നെ വന്നു ചേരാനുള്ള അവസരവും വ്യാഴമാറ്റ വ്യവസ്ഥയിലൂടെ സംജാതമാകും. അറിവ്, ഐശ്വര്യം, അഭിവൃദ്ധി, സമൃദ്ധി തുടങ്ങിയവയുടെ പ്രതീകമാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം. ആയതുകൊണ്ട് തന്നെ അറിവിലൂടെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിലൂടെയും സമൃദ്ധിയിലൂടെയും ധനം വന്നു ചേരുന്നതായിരിക്കുന്ന അവസ്ഥകളുണ്ടാകും. തൊഴിലിലൂടെ അതുപോലെ വിദ്യാഭ്യാസ വ്യവസ്ഥകളിലൂടെ കർമ്മം ഏതാണെങ്കിലും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതിലൂടെ സമ്പത്തിൻ്റെ ഉയർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ച, വളരെ വലിയ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കരിയർ, വിവാഹം, സാമ്പത്തിക ഭദ്രത എന്നിവയിൽ വ്യാഴമാറ്റം കൊണ്ട് വലിയ ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ വളർച്ച വളരെ ഗംഭീരമായി മാറുന്നതിനായിട്ടാണ് സാധ്യത നിലനിൽക്കുന്നത്. കർക്കിടകം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അത്രത്തോളം ശക്തമാണെന്നുള്ളതാണ്. സാമ്പത്തിക മേന്മ, ആഭരണാദികൾ, വിശിഷ്ട വസ്ത്രം, അതുപോലെ തന്നെ വസ്തു വാങ്ങുക, വാഹനം വാങ്ങുക തുടങ്ങിയവയൊക്കെ വ്യാഴത്തിൻ്റേതായ അനുഗ്രഹം നിലനിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. വ്യാഴ മാറ്റത്തിൻ്റെ അപ്രതീക്ഷിതമായ ഫലങ്ങൾ വന്നു ചേരുന്നത് കർക്കിടകം രാശിക്കാർക്കാണ് പ്രധാനമായും.
കാരണം വ്യാഴം കർക്കിടകം രാശിയിലേക്കാണ് മാറുന്നത്. ആയതുകൊണ്ട് തന്നെ കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് പൊതുവിൽ വളരെ ശക്തമായ തരത്തിൽ വ്യാഴത്തിൻ്റെതായ ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി ജാതർക്കാണ് വ്യാഴമാറ്റത്തിലൂടെ വലിയ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ സാമ്പത്തിക മാറ്റങ്ങൾ, അതുപോലെ തന്നെ കരിയറിലുണ്ടാകുന്ന മാറ്റങ്ങൾ, തൊഴിൽപരമായിരിക്കുന്ന പുരോഗമനം തുടങ്ങി വളരെ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന തരത്തിൽ തന്നെ വളർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും കർക്കിടകം രാശി നക്ഷത്ര ജാതരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പൂർത്തിയാക്കുവാൻ സാധിക്കും. സാമ്പത്തിക മേന്മയുടേതായിരിക്കുന്ന ഏത് പദ്ധതികളും പൂർത്തീകരിക്കുവാനും സാമ്പത്തിക മേന്മയിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുവാനും കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് പറ്റുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ തരത്തിൽ മേന്മയും കീർത്തിയും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യും. വ്യാഴത്തിൻ്റേതായിരിക്കുന്ന കർക്കിടക വ്യവസ്ഥകളിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പ്രധാന ഫലമാണത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി തന്ത്രപരമായ നീക്കങ്ങൾക്കും അതുപോലെ ആത്മീയമായ ഉണർവിനും വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം അനുഗ്രഹം നൽകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള എല്ലാ വഴികളും വൃശ്ചികം രാശിക്കാരിലും തുറന്ന് നൽകപ്പെടുക തന്നെ ചെയ്യും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, വിദേശത്ത് നല്ല തൊഴിൽ ചെയ്ത് വളരെ ധനമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശി നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും അതിനുള്ള അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വൃശ്ചികം നക്ഷത്ര ജാതരായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനും അതുപോലെ പ്രമോഷൻ സാധ്യതകളൊക്കെ തടഞ്ഞ് നിൽക്കുന്നവർക്ക് ആ തടസ്സമൊക്കെ മാറ്റി ഉയർന്ന പൊസിഷൻസുകളിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്റ്റ് തലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ പൊതുവിലൊരു സ്ഥിരത ഉണ്ടാകുന്നതിനുള്ള വ്യവസ്ഥിതിയും കാണുന്നുണ്ട്. വ്യാഴമാറ്റം വളരെ അനുഗ്രഹമാകുന്ന നിലയിലാണ് വൃശ്ചികം രാശിക്കാരിൽ നിൽക്കുന്നത്. തീർച്ചയായും വിദ്യാഭ്യാസപരമായ പുരോഗതി, കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള പുരോഗതി, അതുപോലെ തന്നെ ഈ രംഗങ്ങളിൽ നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം തുടങ്ങിയവ വൃശ്ചികം രാശിക്കാരിൽ ഉണ്ട് എന്നുള്ളതാണ് തെളിച്ചു പറയാനുള്ളത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ വഴിപാട് കർമ്മങ്ങളുമൊക്കെ ഊർജ്ജസ്വലമായി നടത്തിക്കൊള്ളുക, ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ തുകകളൊക്കെ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമാണ്. അടുത്തത് മീനം രാശി നക്ഷത്ര ജാതരെക്കുറിച്ചാണ് പറയാനുള്ളത്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ മീനം രാശിയിൽപ്പെട്ടു നിൽക്കുന്നത് ഭാഗ്യദായകമാണ്. തീർച്ചയായും 2026 ഈ വ്യാഴമാറ്റം ഒരു വർഷക്കാലത്തേക്ക് മീനം രാശി നക്ഷത്ര ജാതർക്ക് പുരോഗമനം എന്ന് പറയുന്ന അവസ്ഥ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക നിലവാരം വലിയ തരത്തിൽ വർദ്ധിക്കുന്നു. നിക്ഷേപങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ പിൻവലിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലെത്തുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേരിലുള്ള നിക്ഷേപങ്ങൾ പൂർത്തീകരിച്ച് അത് ഈ നക്ഷത്ര ജാതരുടെ കയ്യിലേക്ക് എത്തുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരിലുള്ള വസ്തുവകകളൊക്കെ ഇവരുടെ പേരിലേക്ക് മാറ്റുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത നന്നായി തെളിഞ്ഞു നിൽക്കുന്ന വർഷമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്ന മീനം രാശി നക്ഷത്ര ജാതർക്ക് ആ തടസ്സങ്ങൾ മാറി വിവാഹത്തിനുള്ള വഴി തുറന്നു കിട്ടും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന മീനം രാശി നക്ഷത്ര ജാതർക്ക് ഉയർച്ചയും കീർത്തിയും പൂർണ്ണമായും ലഭിക്കുക തന്നെ ചെയ്യും. പോലീസ്, അധ്യാപകൻ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കീർത്തിപത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. സിനിമാ മേഖല അതുപോലെ തന്നെ സീരിയൽ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, മീനം രാശി നക്ഷത്ര ജാതരായിരിക്കുന്നവർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. 2026 വ്യാഴമാറ്റത്തിൻ്റെ ഭാഗ്യം ലഭിക്കുന്ന 3 രാശികളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, ഈശ്വരീയമായ ധ്യാനങ്ങൾ തുടങ്ങിയവ നിത്യമായി അനുഷ്ഠിക്കുന്ന നക്ഷത്ര ജാതർക്കാണ് ഈ ഭാഗ്യം പൂർണ്ണമായി എത്തുന്നത്. അതുപോലെ തന്നെ മേടം, ഇടവം, തുലാം, മിഥുനം തുടങ്ങിയ രാശിക്കാർക്ക് തൊഴിൽ സ്ഥലത്ത് മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരും. മിഥുനം, ധനു, കുംഭം രാശിക്കാർക്ക് ധാരാളം പണം നഷ്ടമാകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രാശിയിലുള്ള നക്ഷത്ര ജാതരും വിഷ്ണുദേവനെ പൂജിക്കുന്നതും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ഏറ്റവും ഭാഗ്യദായകമായിരിക്കും. തീർച്ചയായും വ്യാഴമാറ്റം എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.